മോദിയുടെ നിർദ്ദേശം കേരളത്തിൽ ആർഎസ്എസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ഇതിന്റെ ഫലമായാണ് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത്. തങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നേടാനാകില്ല എന്ന നിരാശയിൽ ബോധപൂർവം നടത്തുന്ന ആക്രമണങ്ങളാണിതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ഫ്ലെക്സുകളും ആർഎസ്എസുകാർ വ്യാപകമായി തീയിട്ട് നശിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി പി വി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ഏതൊക്കെ മേഖലയിലാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്? സൗമ്യ, ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം നടന്നത്. പിണറായി വിജയന്റെ പൊതുജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളടങ്ങിയ ഫോട്ടോകൾ പിണറായി ടൗണിന് അടുത്തുള്ള മതിലിൽ 350 മീറ്റർ നീളത്തിൽ ഒരുക്കിയിരുന്നു. പിണറായിയിലെ യുവാക്കളുടെ കൂട്ടായ്മയായിരുന്നു ഇത് ഒരുക്കിയത്. വളരെ മനോഹരമായി ഒരുക്കിയ ഈ ചിത്രങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. പിണറായി പുത്തൻകണ്ടം കായലോട് ഭാഗങ്ങളിൽ സ്ഥാപിച്ച പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകളും മറ്റ് ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. പുത്തൻകണ്ടത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ BJP RSS പ്രവർത്തകരായ പ്രജിത്ത്, പ്രണോയ് എന്നിവരുടെ നേതൃത്വത്തിൽ ബൈക്കിലെത്തിയ സംഘമാണ്. എട്ടംഗ സംഘം 4 ബൈക്കുകളിലായി എത്തിയാണ് ബോർഡ് നശിപ്പിച്ചതെന്ന് സംഭവ സമയം സ്ഥലത്ത് ഓടിയെത്തിയ പരിസരവാസികൾ പറയുന്നു. എന്തായാലും BJP RSS നേതൃത്വം കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടത്തിയിട്ടുള്ളത് എന്നാണ് CPIM ഇതിനെ വിലയിരുത്തുന്നത്. ഇന്നലെ BJP സ്ഥാനാർത്ഥിയുടെ പര്യടനമടക്കം പിണറായി പഞ്ചായത്തിൽ നടന്നിരുന്നു. എന്നാൽ പൊതുവെ ശാന്തവും സമാധാന അന്തരീക്ഷവുമുള്ള പിണറായി പഞ്ചായത്തിൽ ഇന്നലെയും BJP സ്ഥാനാർത്ഥിയുടെ പര്യടന വേളയിൽ പോലും യാതൊരു പ്രകോപനപരമായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയന്റെ ചെറുപ്പകാലം മുതലുള്ള സമര പോരാട്ടങ്ങൾ, പൊതുജീവിതത്തിൽ നടത്തിയ സേവനങ്ങൾ ഇവയടങ്ങിയ ചിത്രങ്ങളായിരുന്നു അത്. ഈ ചിത്രങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 4 മണിയോടെ ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് CPIM അറിയിച്ചിരിക്കുകയാണ്. അതേസമയം പിണറായി വിജയൻ ഈ സ്ഥലം സന്ദർശിച്ചു. എല്ലാ ചിത്രങ്ങളും നശിപ്പിക്കപ്പെട്ട എല്ലാ ചിത്രങ്ങളും അദ്ദേഹം കണ്ടു. അതിനുശേഷം നടന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്, മോഡി, അമിത്ഷാ ദ്വന്ദ്വം കേരളത്തിൽ ഇനി ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്ക് നിരാശ കൂടുതൽ ആയിരിക്കാണ്. അതിന്റെ വികൃത മുഖമാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. വംശഹത്യക്കിരയായ ഗുജറാത്തിൽ ഈ ദ്വന്ദ്വമായിരുന്നു കാര്യങ്ങൾ നീക്കിയത്. രാജ്യത്തെമ്പാടും കലാപം സംഘടിപ്പിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിൽ പരീക്ഷണം നടത്താൻ ഈ ദ്വന്ദ്വം പുറപ്പെട്ടിരിക്കുകയാണ്. ജാതിമത വിദ്വേഷമില്ലാതെ എല്ലാവരും സോദരത്വന വാഴുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഈ വർഗീയത പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതിന്റെ ദേഷ്യം അത് ഇടതുപക്ഷത്തോട് കാണിക്കുകയാണ് BJP ചെയ്യുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലവും അവരെ സ്വീകരിക്കില്ല എന്നതും അവരെ പ്രകോപിതരാക്കുകയാണ്. തങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നേടാനാവില്ല എന്നതിലുപരി പിറകോട്ടു പോകുന്നു എന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തിന് നേരെ പകയായി തീർക്കുകയാണ്. LDFനെതിരെ എന്തെല്ലാം തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ് അവർ. 4ാം കിട RSS നേതാവിന്റെ പ്രസംഗമാണ് പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തിയത്. RSS പ്രചാരകന്റെ റോളായിരുന്നു നരേന്ദ്രമോദി കേരളത്തിൽ സ്വീകരിച്ചത്. പ്രത്യക്ഷത്തിൽ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. വ്യക്തിപരമായി എടുത്ത് ചിലരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി പോയി. ഈ നിർദ്ദേശം നമ്മുടെ നാട്ടിലെ RSS നേതൃത്വം അംഗീകരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ്. ഫ്ലക്സ് ബോർഡുകളടക്കം തീയിട്ട് നശിപ്പിച്ച് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോയത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഈ പ്രകോപനത്തിൽ പാർട്ടിക്കാരും പ്രകോപിതരാവരുത്. അവരുടെ അജണ്ട അത് നടപ്പാക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അവരുടെ അജണ്ട അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അത്തരം അജണ്ടയോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും തങ്ങൾക്കാവണം എന്ന രീതിയിലാണ് പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിച്ചത്. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മടത്ത പിണറായി വിജയന്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. ജിഷയുടെ കൊലപാതകം നടന്ന് 12ാം ദിവസമായിട്ടും പ്രതിയിലേക്ക് എത്തുന്ന സൂചനകളില്ലാതെ പോലീസ് വലയുന്നു. ഏപ്രിൽ 28-ാം തീയതിക്ക് ശേഷം ജില്ലയിൽ നിന്ന് കാണാതായ അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് വിവരം നൽകാൻ പോലീസ് തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു. ശരീരത്തിൽ മുറിപ്പാടുകളുമായി ഇന്നലെ പിടിയിലായ അന്യസംസ്ഥാന തൊഴിലാളി കുറ്റക്കാരനല്ലെന്ന് കണ്ട പോലീസ് വിട്ടയച്ചു. ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര ഇന്നലെ രാത്രി പ്രതി സഞ്ചരിക്കാവുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന ജിഷയുടെ ഒറ്റമുറി വീട്ടിലും കനാൽ ബണ്ടിലുള്ള അയൽ വീടുകളിലും SP നേരിട്ടെത്തി തെളിവ് ശേഖരിച്ചു. കൊലപാതകത്തിന് ശേഷമുള്ള ടവർ ലൊക്കേഷനുകളും കോളുകളും കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കൊലപാതക രീതി കണക്കിലെടുത്ത് അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. ആലുവയ്ക്കടുത്ത മഞ്ഞപ്പെട്ടിയിൽ നിന്നും ഇന്നലെ വൈകുന്നേരം ശരീരത്തിൽ കടിയേറ്റ മുറിപ്പാടുള്ള അന്യസംസ്ഥാനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.
പ്രദേശവാസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ തലയിൽ നഖം കൊണ്ട പാടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിൽ ബംഗാളിയായ ഇയാൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. ഇയാളെ ഇതിനുശേഷം വിട്ടയച്ചു. ശനിയാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തയാളെയും പ്രതിയല്ലെന്ന് കണ്ട് പോലീസ് വിട്ടയച്ചതായാണ് സൂചന. ഇന്നലെയും പോലീസ് ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികളും അന്വേഷണ പുരോഗതിയും വിലയിരുത്തി. കൊലപാതകം നടന്ന ഏപ്രിൽ 28-ന് ശേഷം ജില്ലയിൽ നിന്ന് കാണാതായ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് വ്യക്തമായ വിവരം നൽകാൻ പോലീസ് തൊഴിലുടമകൾക്ക് അറിയിപ്പ് നൽകി. തന്നെ കേസിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ജിഷയുടെ സഹോദരി ദീപ വ്യക്തമാക്കിയെങ്കിലും ദീപയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ജിഷയുടെ വീട്ടിലും പരിസരത്തു നിന്നും പോലീസ് ആവർത്തിച്ച് തെളിവ് ശേഖരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലെയും ബസ് സ്റ്റാൻഡുകളിലെയും ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിരവധി സ്ക്വാഡുകളായി തിരിഞ്ഞുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ പോലീസിന് സംശയമുള്ള മലയാളികൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ജിഷയുടെ കൊലപാതകം നടന്ന ഇത് 12ാമത്തെ ദിവസമാണ്. പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ ഒന്നും പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. സംഭവ ദിവസം തെളിവ് ശേഖരിക്കുന്നതിൽ പോലീസ് കാട്ടിയ അലംഭാവമാണ് കേസന്വേഷണത്തെ ഇത്രമേൽ സങ്കീർണമാക്കിയിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, പെരുമ്പാവൂർ. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ജസ്റ്റിസ് ഫോർ ജിഷ ഫേസ്ബുക്ക് കൂട്ടായ്മ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നരനായാട്ട്. 15ഓളം വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച വനിതാ പ്രവർത്തകരുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിച്ചതായി പരാതി. പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ 6 പേർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ ഞായർ ഉച്ചയോടെ കേരളം പെരുമ്പാവൂരിലേക്കെന്ന പ്രതിഷേധ മാർച്ച് പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചു. മാർച്ച് തടഞ്ഞ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഐശ്വര്യ, സുജാഭാരതി എന്നിവർക്ക് പോലീസ് മർദ്ദനമേറ്റതായും അതിനാൽ കുറുപ്പുംപടി CIയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇവർ പെരുമ്പാവൂർ DYSP ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. പെരുമ്പാവൂർ DYSPക്ക് ഇത് സംബന്ധിച്ച പരാതിയും നൽകി. 15ഓളം വനിതാ പ്രവർത്തകർ DYSP ഓഫീസിനുള്ളിലും പുരുഷന്മാരടക്കമുള്ള പ്രവർത്തകർ പുറത്തും തമ്പടിച്ച മുദ്രാവാക്യം വിളികളും നാടൻപാട്ടുകളും പാടി പ്രതിഷേധം തുടർന്നു. എന്നാൽ 6:30യോടെ DYSP ഓഫീസിനകത്തുണ്ടായിരുന്ന വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റി. പുറത്ത് പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ചിതറിയോടിയ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് സ്ത്രീകളടക്കം കയ്യിൽ കിട്ടിയവരെ പോലീസ് തല്ലിച്ചതച്ചു. 3 ഭിന്നലിംഗക്കാർ ഉൾപ്പെടെ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. വളരെ സമാധാനപരമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും പാർട്ടിയിലേക്ക് കയറുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളുടെ ബ്രസ്റ്റിൽ പിടിച്ചു വലിക്കുകയും ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളുടെ നട്ടല് തകർക്കുകയും നെഞ്ചും കൂടി ഇടിച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ലാത്തി കൊണ്ട് അടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. വനിതാ പോലീസുകാരി പുറത്തവർ നിർത്തിയിരിക്കുകയാണ്, അകത്തേക്ക് കയറ്റിയിട്ടില്ല. അവരുടെ നെയിം പ്ലേറ്റ് ഇടിയുടെ ഇടയിൽ നോക്കാൻ പറ്റിയിട്ടില്ല. അവർ പുറത്ത് നിൽക്കുന്നുണ്ട്, അവരെ ഞങ്ങൾക്ക് കണ്ടാലറിയാം. പോലീസ് അതിക്രമത്തിൽ ജീന എന്ന പ്രവർത്തകയുടെ കൈയൊടിഞ്ഞു. തലയ്ക്കും ശരീരത്തിനും പരിക്കേറ്റ 6 പേർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി. അതിക്രമത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നതതല നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം ജിഷയ്ക്ക് നീതി ലഭിക്കുന്നതിനുള്ള പ്രക്ഷോഭം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, പെരുമ്പാവൂർ. സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ പ്രദീപാണ് അറസ്റ്റിലായത്. യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കാട്ടി ഇയാൾ യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു. കൊച്ചുവേളി ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതി ഹൗസ് ഓണറുമായുള്ള പ്രശ്നങ്ങൾ പറയുന്നതിനാണ് വലിയതുറ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി അന്വേഷിക്കുന്നതിനായി എത്തിയ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് യുവതിയുമായി ബന്ധം സ്ഥാപിച്ച ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. യുവതിയുടെ നഗ്നചിത്രങ്ങൾ കയ്യിലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാരൻ 35,000 രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയെ തുടർന്ന് പ്രദീപിനെ പേട്ട പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ പോലീസുകാരൻ രാവിലെ പിടിയിലായെങ്കിലും സംഭവം അതീവ രഹസ്യമായി വെക്കണമെന്നായിരുന്നു മുകളിൽ നിന്നും പോലീസിന് ലഭിച്ച നിർദ്ദേശം. സംഭവം പുറത്തായതോടെ അറസ്റ്റിലായ പ്രദീപിനെ പേട്ട പോലീസ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതും. പ്രതി പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെയുണ്ടെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതിനിടയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായി. അതീവ രഹസ്യമായി 2 പോലീസുകാരെ ഇതിനായി പേട്ട CI നിയോഗിക്കുകയും ചെയ്തു. രാത്രിയോടെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പോലീസുകാരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ബംഗളൂരു സ്ഫോടന കേസിൽ PDP നേതാവ് അബ്ദുൽ നാസർ മാദനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പുതിയ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ പരിഗണിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ചെലമേശ്വർ പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ പിന്മാറിയതിനെ തുടർന്നാണ് പുതിയ ബെഞ്ച് പരിഗണിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 9 കോൺഗ്രസ് MLA-മാരെ അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടിക്കെതിരായ ഹർജിയിൽ നൈനിറ്റാൾ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഹർജിയിൽ ശനിയാഴ്ചയാണ് വാദം പൂർത്തിയായത്. ചൊവ്വാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇന്നലെ ഹൈക്കോടതി വിധി നിർണായകമാകും. അയോഗ്യരാക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയാൽ വിമത MLA-മാർക്ക് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകും. മെഡിക്കൽ ഡെന്റൽ ബിരുദ പ്രവേശനത്തിനായുള്ള നീറ്റ് പരീക്ഷയ്ക്കെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഈ അധ്യയന വർഷം പരീക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് സംസ്ഥാനങ്ങളുടെ ആവശ്യം. സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷ വഴി ഈ വർഷം സർക്കാർ കോളേജുകളിലേക്ക് പ്രവേശനമാകാമെന്ന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. സംസ്ഥാന പട്ടികയിൽ നിന്ന് സർക്കാർ ക്വാട്ടയിലേക്ക് മാത്രം പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന് കേരളവും സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സോണിയാഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തൃശൂരും തിരുവനന്തപുരത്തുമായി 2 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4-ന് തേക്കിൻകാട് മൈതാനത്താണ് ആദ്യ യോഗം. വൈകിട്ട് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തെ യോഗത്തിന് ശേഷം ദില്ലിക്ക് മടങ്ങും. ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി. ഇടപാടിൽ കോഴ കൊടുത്തവർ ഇറ്റലിയിൽ അകത്തായി, വാങ്ങിയവർ അകത്താകാനുണ്ടെന്ന് മോദി തിരുവനന്തപുരത്ത് പറഞ്ഞു. हेलीकॉप्टर में घुस किसने ली, पैसे किसने लिया और उन लोगों को सजा होनी चाहिए, ये देश चाहता है. और इटली की हाईकोर्ट नाम दे रही है और इसलिए सवाल खड़ा हुआ है कि देने वाले तो जेल चले गए, अब लेने वालों की बारी कब आ रही है, इसकी चर्चा हो रही है. നെൽകൃഷി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം വിത്തിനമായ പൊക്കാളി അതിജീവനത്തിന്റെ വഴിയിലാണ്. എറണാകുളം ജില്ലയിലെ കായലോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പൊക്കാളി കൃഷി സജീവമാകുന്നത്. കർഷകർക്ക് മികച്ച വിളവ് നൽകുന്നുവെന്ന് മാത്രമല്ല, പോഷക സമൃദ്ധവുമാണ് പൊക്കാളി അരി. ഏറ്റവും പ്രതിരോധശേഷിയുള്ള നെൽവിത്തിനമാണ് പൊക്കാളി. വെള്ളത്തിലും വളരാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പൊക്കത്തിൽ ആളുന്നതാണ് പൊക്കാളി എന്നത്. ഒരു സമയത്ത് തീർത്തും ഇല്ലാതായിക്കൊണ്ടിരുന്ന പൊക്കാളി കൃഷി ഇന്നേതായാലും തിരിച്ചുവരവിന്റെ പച്ചപ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. 6 മാസം ചെമ്മീൻ കൃഷി ചെയ്ത ശേഷം നിലം ഒരുക്കിയെടുത്താണ് പൊക്കാളി കൃഷി ചെയ്യുന്നത്. പശ്ചിമ കൊച്ചി, വരാപ്പുഴ, പറവൂർ എന്നിവിടങ്ങളിലെ കായലോര മേഖലകളിലാണ് ജില്ലയിൽ കൂടുതലായും പൊക്കാളി കൃഷി ചെയ്യുന്നത്. മികച്ച രീതിയിലുള്ള വിളവാണ് കർഷകർക്ക് ലഭിക്കുന്നതും. 40 ചാക്ക് കൂടുതലുണ്ട്. 40 ചാക്ക്, അത് 20 ക്വിൻ്റൽ ചെല്ലാനും ഉണ്ടാകും. നാളെ വണ്ടിയും കൊണ്ട് തൂക്കി ഞാൻ തരാം. കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലങ്ങൾ വിദ്യാർത്ഥി സംഘങ്ങളും കൂട്ടായ്മകളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി സ്ഥിരമൊരു വിപണി കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ നാളെയുടെ താരം പൊക്കാളി തന്നെയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.